സഹൃദയരെ, ഹിൽക്രസ്റ്റ് തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ആദ്യ നാടകം വിന്റർ ഇൻ ബെത്ലഹേം നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നാടകത്തിന് വേണ്ടി വേദിയൊരുക്കിത്തന്ന സെന്റ് തോമസ് ജാക്കോബൈറ്റ് ചർച്ചിനും വികാരി റെവറൽ ഫാദർ എൽദോസ് കറിയയ്ക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഈ ഇടവകയിലെ ഓരോ മെമ്പേഴ്സിനും ഞങ്ങൾ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അടുത്ത 3 ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നതാണ്. നാടകത്തിലെ ആർട്ടിസ്റ്റുകളെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തട്ടെ. കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം, സംവിധാനം ഒരു ബാലചന്ദ്ര മേനോനോ ശ്രീനിവാസനോ ഒക്കെയാണോ എന്ന് സ്വയം കരുതി, എന്നാൽ പണ്ഡിറ്റിനേക്കാൾ ലോ ലെവലായിട്ടുള്ള സോബിൻ സ്പ്രിംഗ്ഫീൽഡ് ഒറ്റ നാടകത്തിലൂടെ യാതൊരു ഭാവവും കൊടുക്കാതെ താനൊരു രാജാവാണെന്നും ഭാവിച്ച് രാജാവിന്റെ കോട്ട പോലും ഇപ്പോഴും മൂരാതെ നടക്കുന്ന ഷാജു. അതേ നാടകത്തിലൂടെ സൈന്യാധിപനായി രംഗപ്രവേശനം ചെയ്ത തനിക്കും മമ്മൂട്ടിയെ പോലെ അഭിനയിക്കാൻ പറ്റും എന്ന് കരുതി ഒരു ലോ ലെവലിൽ നിൽക്കുന്ന എൽദോസ്. RRRലെ നാട്ടു എന്ന ഒറ്റ ഡാൻസിലൂടെ ആരും ഒരു നല്ല അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ഞാനും കൂടെ കളിച്ചത് കൊണ്ട് മാത്രമാണ് അതിന് ഓസ്കാർ കിട്ടിയത് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഡാൻസർ ജോബിൻ. യൂത്തന്മാരുടെ രോമാഞ്ചമായ എപ്പോഴും യോയോ വേഷങ്ങൾ ഒരു നാണവുമില്ലാതെ ചോദിച്ചും കാലുപിടിച്ചും വാങ്ങുന്ന, കാണാൻ മാന്യൻ എന്ന് തോന്നിപ്പിക്കുന്ന യോയോ സ്റ്റാർ എൽദോസ്. ലാലേട്ടൻ അഭിനയിച്ച നമ്പർ 20 മദ്രാസ് മെയിലിലെ ആ ഒരു ഒറ്റ പേര് കൊണ്ട് ലാലേട്ടനെ പോലെ തന്റെ കൈവിരലുകൾ പോലും അഭിനയിക്കും എന്ന് കരുതുന്ന ടോണി. കൂടെ ഈ നാടകത്തിൽ ഒരു റോളെങ്കിലും കിട്ടണമെന്ന് വാശി പിടിച്ച ഗസ്റ്റ് അപ്പിയറൻസ് ഞങ്ങളുടെ നായിക. ലൈറ്റ് ആൻഡ് സൗണ്ട്, ഞാനാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് കണ്ടുപിടിച്ചത് എന്ന ഭാവത്തിൽ മസിലും പിടിച്ച് ഫ്രണ്ടിൽ മൈക്കും പിടിച്ചിരിക്കുന്ന ദാ ചേട്ടൻ. ആർട്ട്, പല പ്രമുഖരുമുണ്ട്, പക്ഷേ ഞങ്ങളുടെ വിശാല മനസ്സുകൊണ്ട് വേറെ ഒരാൾക്കും ഫ്രീ ആയി ക്രെഡിറ്റും കിട്ടണ്ട എന്ന് കരുതി ഞങ്ങൾ ആരുടെയും പേര് പറയുന്നില്ല. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ്. പഴയ സാധനങ്ങളുണ്ടല്ലോ, നമ്മളോടാ കളി. ഗ്ലൗസ് ഇട്ടാൽ കുഴപ്പമുണ്ടോ? ഒരു മാസം കൂടെ വരെ വെച്ച ചേട്ടാ, മുഖത്തെ പ്രത്യേകം മാറി കിട്ടും. എന്തേലും ഒരു 2 ചായ കൊണ്ടുവരാം. 2 ചായ ചേട്ടൻ പുലിയാണ് കേട്ടോ. ചായ അടിക്കാനും ബംഗാളി വെച്ചിരിക്കും. ഞാൻ തന്നെ പറയും. ചേട്ടൻ ഗംഗയ്ക്ക് ഒരു സോറിയും ബോണ്ടയും ബോളിയും കൂടി ഇങ്ങനെ എടുത്തു. തറ്റുപോലെ ആകുന്നുണ്ട് കേട്ടോ സാറന്മാരെ, ഓർമ്മ വേണം. എന്തായാലും കഴിക്കും, അളിയനും കഴിക്കും, അളിയുടെ കൂട്ടുകാരും കഴിക്കും. ചേട്ടോ, ഞങ്ങൾക്ക് വേറെ അസുഖം ഒന്നും അറിയില്ലേ? അതുകൊണ്ട് ചേട്ടൻ സഹായം വന്നില്ലേ? അവൻ രാവിലെ വന്നപ്പോ നല്ല മുക്കിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അകത്ത് നിന്ന് പൊറോട്ട അടിക്കാം. ഇവിടെ നിന്ന് പൊറോട്ട അടിച്ചാൽ ആൾക്കാർ വിചാരിക്കും അകത്താകുമ്പോൾ ആരും കാണില്ല. എണ്ണയും ലാഭിക്കാം. ഈ ചേട്ടന്റെ ഒരു ബുദ്ധി നോക്കണേ കളിയാ. മറ്റവന്റെ വാഴയാണ്. അപ്പൊ ഉടനെ എങ്ങനെ പോകാനല്ലേ? പറ്റൂരാകുന്നുണ്ടല്ലോ. ഉടനെ എങ്ങനെ താൻ വല്ല ഉദ്ദേശം ഉണ്ടോ? അങ്ങനെ ഒരു ദുരുദ്ദേശം ഞങ്ങൾക്കില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് ജീവനോടെ അവൻ നമ്മുടെ അടുത്തുണ്ട്. അവൻ നമ്മളെ കൈവിട്ട് കളയില്ല. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ നമുക്കെതിരെ നിൽക്കും. കർത്താവുണ്ട് മക്കളെ. അച്ഛന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ? പിന്നെ ഞാൻ എപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ അമർത്തി.
അളിയ ഇവനാ മാത്തച്ഛന്റെ ചെക്കനല്ലേ, അക്കിളി പോയ ചെക്കൻ. അത് ശരിയാണല്ലോ. ഇവന് എന്ത് പറ്റി? എന്താണ് ഒരു ഷോകാണിയത്? എന്നിട്ട് എല്ലിന്റെ കൈ കയറിയതോ? Hello guys, how are you today? ഇംഗ്ലീഷ് ഇത് നിങ്ങൾ തമ്മിലായിരിക്കും. എന്താണ് ചെക്ക, എന്തോ കോളത്തിട്ടുണ്ടല്ലോ? Yeah bro, I'm the Canada visa, 5.5 years score. Tough exam ആയിരുന്നു, but എൻ്റെ ഒരു പെർഫോമൻസ്. Praise the Lord. ഇവൻ ഇവിടെ തന്നെ അറിയാം. Excuse me, വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല, ഒരു ഓളത്തെ ബെസ്റ്റ് പറഞ്ഞു. കാനഡക്കാർക്ക് അങ്ങനെ തന്നെ വേണം. ഹലോ മിസ്റ്റർ യോയോ, ഒരു യോയോ ചായ എടുക്കട്ടെ? എനിക്കൊക്കെ വേണ്ട നിങ്ങളുടെ ഉണക്ക ചായ. ഞാൻ ക്യാപ്പച്ചിനോ മാത്രമേ കുടിക്കൂ. പോടെ പോടെ. എൻ്റെ മ്യൂസിക് വന്നാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. മൈക്കിളെ ശരിയാക്കി തരാം. അച്ഛാ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? I am going to Canada. Praise the Lord. ഞാൻ എല്ലാം അറിഞ്ഞു കുഞ്ഞാടെ, നീയൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി. പിന്നെ അല്ലാതെ ഇനി വെച്ചടി കയറ്റമല്ലേ അച്ഛാ, കണ്ടോ? എടേ നീ ആദ്യം ഭൂമിയിൽ നിന്ന് എന്നിട്ട് പറക. പിന്നെ നീ എന്റെ യൂട്യൂബ് ചാനലിന്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ടോ? പിന്നെ ഞാനങ്ങ് ഈ ബോർ പരിപാടിയാണ്. എടാ മൈക്കിളെ, ദൈവവചനം കേൾക്കുന്നതാണോ ബോറൻ പരിപാടി? നീ ആദ്യം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് പോയാൽ മതി. അയ്യോ അച്ഛാ, മാപ്പാക്കണം. സബ്സ്ക്രൈബ് ചെയ്തോളാം, പക്ഷെ അതിന് മുമ്പ് അച്ഛൻ എന്റെ ബെല്ലൈക്കണിൽ പിടിവിട്. അച്ഛാ, ഒരു 1.5 പിടുത്തമായി പോയിട്ടോ. സർവശക്തനായ പിതാവേ, നീ ഈ നാടിനെയും നാട്ടുകാരെയും കാത്തോണേ. ഇവിടെയുള്ള എല്ലാ മണവണാജന്മാർക്കും നീ കാനഡയ്ക്ക് വിസ കൊടുക്കണേ. ചേട്ടാ, ഒരു ചായ പൊറോട്ട, ബീഫും പൊറോട്ടെ. എന്നാലും എന്റെ കുഞ്ഞാടെ, ഈ ചായ കട നിറച്ച് സിനിമാ നടിമാരുടെ ഫോട്ടോ ആണല്ലോ, കർത്താവിന്റെ ഒന്നുമില്ലല്ലോ. എന്റെ അച്ഛ, ഈ പടമൊക്കെ ഉള്ളത് കൊണ്ട് ഇവന്മാർ ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ വന്നതാ, ഇത് 5ാമത്തെ ചായ കിട്ടുന്നു. പറ്റ് തരാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5 മാസമായി. എന്റെ അച്ഛൻ വന്നേ പിന്നെയാ ഈ പള്ളിക്കൊക്കെ ഒരു ഐശ്വര്യം ഉണ്ടായത്. അത് ശരിയാ. എന്ത് പെട്ടെന്നാണ് നമ്മുടെ പള്ളിപ്പണിയൊക്കെ പൂർത്തിയായത്. അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ എന്ത് രസമാണ്. ഇവിടുത്തെ ആളുകളൊക്കെ എന്ത് മാറ്റമാ. എല്ലാവരും എല്ലാ ഞായറാഴ്ചയും പള്ളി വന്ന് തുടങ്ങിയില്ലേ? അതെ, ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എന്റെ ചായക്കട ഒന്ന് മെച്ചപ്പെടുന്നത് അച്ഛൻ വന്നേ പിന്നെ. ആഹാ, അതിനും ഞാനാണോ ഉത്തരവാദി? അതെങ്ങനെയാ? പള്ളിക്കടുത്താണല്ലോ എന്റെ ചായക്കട. അപ്പൊ വാഴ നനയുമ്പോൾ ചീരയും നനയുമല്ലോ. അച്ഛാ, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും കുർബാന വയ്ക്കാൻ പറ്റുമോ? ഓ, നല്ല കാര്യം. നീയൊക്കെ നന്നാകാൻ തീരുമാനിച്ചോ? അതുകൊണ്ടല്ല അച്ഛോ, എന്റെ കടയൊന്ന് പച്ച പിടിക്കട്ടെ നോക്കാം. എങ്കിൽ നീ അടുത്ത മാസത്തെ പൊതുയോഗത്തിൽ വന്ന് പറ. ചേട്ടോ, ഇപ്പോൾ സബ്മിഷനായിട്ടുണ്ട്. ഓർണമെന്റ് വെച്ച് നോക്ക്. അച്ഛാ, ഇതൊക്കെ പറഞ്ഞാലും അച്ഛന്റെ മേൽനോട്ടത്തിൽ നമ്മൾ എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തത്. ഈ വർഷം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഈ വർഷവും നമ്മൾ സ്നേഹഭവനം എന്ന പേരിൽ വീട് വെച്ചു കൊടുക്കുകയല്ലേ? അതിനൊക്കെ നല്ല ഫണ്ട് വേണ്ടേ അച്ഛാ? നീ ഈ ഇടവക്കാരെ നോക്കിക്കേ. ഇവരൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഇവിടെ 1 അല്ല 2 വീട് നമ്മൾ പണിത് കൊടുക്കില്ലേ? അതും ശരിയാ. എന്തായാലും നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കെ. ഞാൻ ആ പാപ്പച്ചനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആരുടെ അപ്പച്ചൻ? അപ്പച്ചനല്ലടാ, പാപ്പച്ചൻ. എന്തോ വയ്യാന്ന് കേട്ടു. ഹലോ ചേട്ടായി, അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടായി എനിക്കൊരു ഐഫോൺ മേടിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? അതിനിപ്പോൾ 20% ഓഫർ
ഫാൻസ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഇപ്പോൾ തന്നെ അത് ഓൺലൈനിൽ ഓർഡർ ചെയ്താലോ? എന്തിനാ ഒന്നാക്കുന്നേ? 2 എണ്ണം മേടിച്ചോ? ഓ, അത് നല്ല ഐഡിയ. നമുക്ക് രണ്ടുപേർക്കും സെയിം ഐഫോൺ. ഈ ചേട്ടായി ഇത് മുത്ത ഉമ്മ. ഉമ്മ 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 ഉമ്മ. ഇതാരുടെ ഫോണാ? കല്യാണം കഴിക്കാത്ത എനിക്ക് വെഡിങ് ആനിവേഴ്സറി. എന്റെ ഒരു കാര്യം. ഇത് സാറിന്റെ ഫോണാണോ? അതെന്റെയാ. സാറിന്റെ മുഖത്തൊരു പ്രസാദമൊക്കെ ഉണ്ടല്ലോ. എന്തോ സ്പെഷ്യൽ ഡേ വല്ലതാണോ? അയ്യോ, നാളെ ഞങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. അതിന് വൈഫിന് ഞാൻ ഒരു ഐഫോൺ മേടിച്ച് പോകുന്ന വഴിയാ. അയ്യോ, എന്ത് പറ്റിയ ഒരു അയ്യോ. അയ്യോ, സാറത്ര നല്ലവരാണെന്ന് പറയായിരുന്നു. എങ്കിലും ഞാൻ പോയിട്ട് ഇപ്പോൾ ഇറങ്ങിയാൽ വൈകിട്ട് വീട്ടിലെത്തത്തുള്ളൂ. ഹലോ ഐഫോൺ സാർ, ക്യാഷ് തന്നിട്ട് പോകും. ഇത് മാമന്റെ കടയല്ല. അയ്യോ, ഞാൻ എക്സൈറ്റ്മെന്റ് എല്ലാം മറന്നു. ആ, മറക്കും. ഞാനിതെത്ര കണ്ടിരിക്കുന്നു. സൂക്ഷിച്ചു പോണേ, വണ്ടിലോകേക്കുള്ള വഴിയാ. എന്നാലും ചേട്ടാ, ഒരു 1.5 പണിയാണല്ലോ വെറുതെ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ദൈവമേ, ഈ കാട്ടാണ് പിന്നെ ഇറങ്ങിയോ? എന്നാ എന്ന് കുറെ വാഴയും കൂടെ ചവിട്ടി. എനിക്കിതാ മനസ്സിലാകാത്തത്. ഈ ആന എന്തിനാ ആ വാഴ മാത്രം നശിപ്പിക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഈ ആന കുഞ്ഞായിരുന്നപ്പോൾ ഒരു മടിയനായിരുന്നു. അപ്പോൾ അതിന്റെ അച്ഛനാണ് പറഞ്ഞു, ഇവനെ ജനിച്ച സമയത്ത് വല്ല വാഴയും നട്ടാൽ മതിയായിരുന്നു. അത് കേട്ട ഈ കുട്ടിയാന പിന്നെ എവിടെ വാഴ കണ്ടാലും അതിനെ ഇടിച്ച് നശിപ്പിക്കും. എന്റെ പൊന്നു, തള്ളി മറിക്കില്ലേ? അച്ചോ, ആന പിന്നെ ഇറങ്ങി. ആഹാ, നീ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തരണം കേട്ടോ. എന്തോന്ന് അച്ഛാ? അച്ഛാ, ആനയല്ല, ആന ഇറങ്ങി കാര്യ പറഞ്ഞു. അയ്യോ, ആനയോ? അച്ഛൻ ഇങ്ങനെ പേടിച്ചാലോ അച്ഛൻ? ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു ഹൈറേഞ്ചേരൻ തന്നെയല്ലേ? എന്റെ പൊന്നു കുഞ്ഞാടെ, ആനയ്ക്കങ്ങനെ ഹൈ റേഞ്ചുകാരൻ ലോ റേഞ്ചുകാരൻ എന്നൊന്നുമില്ല. ആ തുമ്പിക്കൈ കൊണ്ടൊന്ന് വീശിയാലുണ്ടല്ലോ അങ്ങ് 3-6 പോയി കിടക്കും. അച്ഛാ, ഇടവയിൽ ആരെങ്കിലും മരിച്ചോ? ഇന്നലെ കൂട്ടമണി കണ്ടല്ലോ. കുഞ്ഞാടെ, അതാരും മരിച്ചതല്ല. ഇന്നലെ രാത്രി ഞാൻ നടക്കാനിറങ്ങിയപ്പോൾ ദേ കാട്ടാന എന്റെ മുൻപിൽ. ഞാൻ അപ്പോൾ തന്നെ ഓടി മണിയെ കയറി. അതെന്തിനാ അച്ഛാ മണിയെ വിളിച്ചത്? ഓ, മണിയെ വിളിച്ചതല്ല എന്റെ പൊന്നു മണകുണാജ. ഞാൻ ചാടി ജീവനം കൊണ്ട് പള്ളിമണിയെ കയറി പിടിച്ച് മുകളിലോട്ട് കയറിയപ്പോൾ ദേ കാട്ടാന എന്റെ പുറകിൽ. അന്ന് ആ വള്ളിയിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയായിരുന്നു. ഒരു വിധത്തിലാ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. അച്ഛാ, ഈ കാട്ടാന ഇറങ്ങുന്ന കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഇന്നലെയും കൂടി ഞാൻ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. വനം വകുപ്പിനെയാണോ അച്ഛാ വിളിച്ചത്? അരമനയിലേക്കാണ് വിളിച്ചത്. ഈ ആനശല്യമുള്ള പള്ളിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആനശല്യം ഇല്ലാത്ത പള്ളിയിലേക്ക് മാറ്റം ചോദിച്ച് വിളിച്ചത്. അച്ഛൻ ഞങ്ങളുടെ ഈ വകകൾക്കിടയിൽ നിന്ന് പോയാൽ മതിയെന്നാണ് എന്റെ പ്രാർത്ഥന. എന്തായാലും എനിക്ക് പോകണം. നമുക്ക് ഈ സ്കിറ്റ് തീർക്കണ്ടേ? എന്തായാലും ഞങ്ങൾക്കൊരു മെസ്സേജ് തന്നിട്ട് അച്ഛൻ പോയാൽ മതി. ഈ ആനയല്ല, ഇതിന്റെ അച്ഛനാന വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് നല്ല പ്രാർത്ഥനയും ദൈവഭക്തിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട. അല്ല അച്ഛാ, ആരെയും ഭയപ്പെടണ്ട എന്ന് വെച്ചാൽ അതിൽ ഭാര്യയും പെടുവോ? നീയൊക്കെ മര്യാദയ്ക്ക് നടന്നാൽ ആരെയും ഭയപ്പെടേണ്ട. സങ്കീർത്തനം 27-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നിങ്ങൾ എല്ലാ ദിവസവും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു വലിയ ശക്തി തന്നെയാണ് എന്ന് പറഞ്ഞ ആനയുടെ കൊണ്ടുവരുന്നെങ്കിൽ ഈ ഇടവകയിൽ എല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. നന്മയുള്ളിടത്ത് നല്ലതേ വരും. സർവശക്തനായ പിതാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ചേട്ടൻ പുലിയാണ് കേട്ടോ. ചായ അടിക്കാനും ബംഗാളി വെച്ചിടി. എടാവേ കുമ്പിടി ഞാൻ തന്നെ പറയും. ചേട്ടൻ ഒരു ഭംഗിക്ക് ഒരു സ്വർണ്ണ ബോണ്ടയും പോളിയും കൂടി ഇങ്ങ് എടുത്തു. തട്ടുപോലെ ആകുന്നു കേട്ടോ സാറുമാരെ, ഓർമ്മ വേണം. എന്തായാലും കഴിഞ്ഞു, അളിയന്റെ കൂട്ടുകാരും കഴിഞ്ഞു. സുമേഷേ ഉണരു സുമേഷേ, നാടിനായി ഉണരു സുമേഷേ. നാട് ഉണർത്താതെ പോയി വേണം പോടാ. ചേട്ടോ, ഞങ്ങൾക്ക് വേറെ അസുഖമൊന്നും അറിയില്ലേ? അതുപോട്ടെ, ചേട്ടന്റെ സഹായം